ഈ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കച്ചവടക്കാരി കൂട്ടത്തിലുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്ന അനിഷേധ്യമായ ഹദീസാണ്. മുസ്ലിം ഉമ്മത്തിൽ ഇന്നേ വരെ ഒരാളും നിഷേധിക്കാത്ത ഹദീസാണ്. അൽ ഹലിഫു മുനഫിഖത്തുൻ ലിസ്ലഅതി മുംഹിഖത്തുൻ ലിൽ ബറകതി. സത്യം ചെയ്യുക എന്നുള്ളത് കച്ചവടച്ചരക്ക് വിറ്റഴിക്കുന്നതാണ്, പക്ഷേ കച്ചവടത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇയ്യാകും വകസറത്തിൽ ഹലിഫി ഫിൽ ബൈഅ. കച്ചവടത്തിൽ അധികമായി സത്യം ചെയ്യുക എന്നുള്ളത് നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? കള്ളസത്യത്തെ പറ്റിയാണോ? അല്ല. ഈ ഹദീസിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാരിൽ അധികവും പറഞ്ഞത്, ഇവിടെ പറഞ്ഞത് കച്ചവടം ചെയ്യാൻ വേണ്ടി കള്ളസത്യം ചെയ്യൽ പാടില്ല, കളവാണ്, വഞ്ചനയാണ്. അത് വളരെ വ്യക്തമാണ്. പിന്നെ ഇവിടെ പറഞ്ഞ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യായമായി തന്നെ നമ്മുടെ സത്യസന്ധത നമ്മുടെ കസ്റ്റമർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉള്ളത് പറഞ്ഞിട്ട് നമ്മൾ സത്യം ചെയ്യാം. വല്ലാഹി എന്റെ ഉൽപ്പന്നം നിങ്ങൾക്ക് ധൈര്യമായി കൊണ്ടുപോവാം, ഇന്നലെ വന്ന ഫ്രഷ് സാധനമാണിത്, ധൈര്യമായി പെടക്കണ ചാളയാണ്, വല്ലാഹി നിങ്ങളെടുത്തോളി, ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളി എന്ന് ന്യായം, നമ്മുടെ ന്യായം സത്യസന്ധത ബോധിക്കാൻ വരെ സത്യം ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം എന്താ? റസൂലുള്ളാഹി പറഞ്ഞു, മുനഫിഖത്തുൻ ലിസ്ലഅ. നീ സത്യം ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ദീനിന്റെ വേഷവും കോലൊക്കെ നിനക്കുണ്ടെങ്കിൽ, സത്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ അത് കൊണ്ടുപോകും. മുനഫിഖത്തുൻ ലിസ്ലഅ, നിന്റെ കച്ചവടച്ചരക്ക് വിറ്റഴിക്കപ്പെടും, സംശയമൊന്നുമില്ല. മറിച്ച് മുംഹിഖത്തുൻ ലിൽ ബറക, നിനക്ക് അതിലുള്ള ബറക്കത്ത് മായ്ക്കപ്പെടും. എന്ന് പറഞ്ഞാൽ എന്താണ്? കച്ചവടച്ചരക്ക് വിറ്റഴിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ ബറക്കത്തിന് പ്രശ്നം? പിന്നെന്താ ബറക്കത്ത്? കച്ചവടച്ചരക്ക് വിറ്റ് പോവാന്നുള്ളതിനെ ബറക്കത്തല്ലേ? പിന്നെങ്ങനെയാണ് അവിടെ ബറക്കത്തിന് മായ്ക്കപ്പെടുക? പണ്ഡിതന്മാർ ഉദാഹരണ സഹിതം വ്യക്തമാക്കി. അങ്ങനെ കച്ചവട ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന ഒരാൾ, ഇങ്ങനെ സത്യം മറയാക്കി കച്ചവട ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കുന്ന ഒരാൾ, അയാളുടെ കച്ചവടത പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നഷ്ടത്തിലാകുന്നു, തീ പിടിക്കുന്നു, മോഷ്ടിക്കപ്പെടുന്നു, വെള്ളം കയറുന്നു, വേറെന്തെങ്കിലും കച്ചവട രംഗത്തെ പ്രതിസന്ധികൾ ബാധിക്കുന്നു, അയാളുടെ ബിസിനസ് തന്നെ തകരുന്നു, അയാളുടെ ബറക്കത്ത് നഷ്ടപ്പെടുന്നു. എല്ലാം ഇങ്ങനെയാണെന്നല്ല, ഇങ്ങനെ സംഭവിക്കുന്നത് കച്ചവടത്തിലെ ബറക്കത്ത് ഊറ്റിയെടുക്കപ്പെടാൻ കാരണമാകുന്നതാണ്. കാരണം അവന്റെ ഭൗതികമായ തൽപര നേട്ടത്തിന് വേണ്ടി, അവന്റെ കച്ചവടം ലാഭകരമാക്കാൻ വേണ്ടി, തീർത്തും ഭൗതിക നേട്ടത്തിന് വേണ്ടി അവൻ അള്ളാഹുവിനെ സത്യം ചെയ്യാൻ ഉപയോഗിച്ചു. കണ്ടോ? അവിടെ പോലും അള്ളാഹു ആദരിക്കപ്പെടാൻ മാത്രം മഹത്വം അവനുണ്ട്. നിന്റെ ഭൗതികമായ ഒരു നേട്ടത്തിന് വേണ്ടി പോലും വല്ലാഹി എന്ന് ന്യായമായി നീ സത്യം ചെയ്യാൻ അതിനൊരു മറയാക്കിയാൽ, അള്ളാഹു അതിനുള്ള മഹാനാണ്, ആദരിക്കപ്പെടേണ്ട തഅലീമുല്ലാഹ് അതവിടെ അങ്ങനെ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നീ അതിന് അള്ളാഹുവിനെ മറയാക്കിയതിന് അള്ളാഹു നിനക്ക് ദുനിയാവിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ചില ശിക്ഷകൾ തന്ന് നിന്റെ കച്ചവടത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുത്തിയേക്കും. അതുകൊണ്ട് സത്യം ചെയ്യേണ്ടത് സൂക്ഷിച്ചു വേണം. ന്യായമായിടത്ത് പോലും കച്ചവടം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സത്യം ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കണം. മറിച്ച് സത്യം ചെയ്യാതെ നമുക്ക് നമ്മുടെ ന്യായം പറയാലോ, വല്ലാഹി പറയണ്ടല്ലോ. ഇന്നലെ വന്നതാണ്, സാധനം ഫ്രഷാണ്, നിങ്ങൾ വാങ്ങുന്ന, നിങ്ങൾക്ക് ഇത് വാങ്ങി ഈ വില തന്നു വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടാവില്ല, റീസണബിൾ ആണ് എന്ന് പറയുന്നതിന് എന്താ തെറ്റുള്ളത്? വല്ലാഹി പറയേണ്ടതില്ല. നമ്മുടെ ന്യായം പറയേണ്ടതല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ മേന്മ ഉപഭോക്താക്കളോട് പറയേണ്ടതല്ല പറഞ്ഞത്. വല്ലാഹി എന്ന് മറയാക്കരുത് എന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നെല്ലും പതിനും വേർതിരിച്ചല്ലോ. നാം ബാറക്കല്ലാഹു ഫീക്കും.